റമദാൻ്റെ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് റമദാൻ 7ആയി. ഇന്നലെ രാത്രി തന്നെ ഞാൻ അരി കുതിർത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അരി ഉഴുന്നും ഉലുവയും കൂടി കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ ഉടനെ തന്നെയാണ് ഞാനിത് അരച്ചുകൊണ്ടിരിക്കുന്നത്. 7 മണി സമയത്താണ് ഞാൻ അരി അരച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പെലച്ചക്ക് എണീച്ചിട്ട് അരക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അതിന് പറ്റിയില്ല. ആരും പെലച്ചക്ക് എണീച്ചില്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അറിഞ്ഞ് തന്നെ ഒരു 5:16 ആയ സമയത്താണ് അറിഞ്ഞത്. അപ്പം എണീച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ കിടക്കുകയുണ്ടായി. പിന്നെ ആ നേരത്തെ എണീച്ചിട്ട് ചിലപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ആയപ്പോൾ നമ്മൾ എണീച്ചാനൊന്നും നിന്നില്ല. അങ്ങനെ എല്ലാവരും അറിഞ്ഞത് 5 മണിക്ക് ശേഷമാണ് കേട്ടോ. വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞത് 5 മണിക്ക് ശേഷം തന്നെയാണ്. അതാണ് ആരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ നോമ്പിനും ഇങ്ങനെ പെടാറുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ അത്താഴം കഴിക്കാതെ നോമ്പ് നോറ്റിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് അത്താഴത്തിന് അറിഞ്ഞില്ല എന്നൊക്കെ. ഞാൻ ഇന്നലെ കൂടെ ഞാൻ അങ്ങനെ ചിന്തിച്ചേ ഉള്ളൂ, അങ്ങനെ ഉണ്ടാവലുണ്ടല്ലോ എന്ന്. പക്ഷെ അത് ശരിക്കും ഒറിജിനലായിട്ട് ഉണ്ടായല്ലോ എന്നാണ് ഞാൻ പിന്നെ വിചാരിച്ചത് കേട്ടോ. പിന്നെ നമുക്കത് അത്ര വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ ഈ സുന്നത്ത് നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നേരത്തെ എണീച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കുക, അങ്ങനെ മാത്രമല്ലേ കുടിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഈ മക്കളുടെ കാര്യത്തിലാണ് കേട്ടോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ നോമ്പെടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പെലച്ചില്ലാത്ത നോമ്പാണ്. അപ്പോൾ ഈ ഫുള്ള് കുട്ടികളൊക്കെ എടുക്കുന്നത് കുട്ടികൾക്ക് എത്തിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ മനസ്സിൽ. അപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ ദോശ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ. സാധാ ദോശ ഉണ്ടാക്കലുണ്ട്, കാരണം അത് നോമ്പ് പെലച്ചക്ക് അങ്ങനെ പിന്നെ ദോശയാണ് ഉണ്ടാക്കലുള്ളത്. ഈ ദോശ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഈ ദോശ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് മാവ് അരച്ച് വെച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പിന്നെന്താ ഗപ്പിനെ കിട്ടും കിണറ്റിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇന്നലെ കോരിയപ്പം കിട്ടിയതാണ്. അപ്പോൾ ഞാനിത് ബക്കറ്റിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഒഴിവാക്കണം. ആ ബക്കറ്റിലുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നും ഞാൻ കോരിയിട്ടുണ്ട്. അപ്പോൾ അതിലും കിട്ടിയിട്ടോ എനിക്കത്. ഇത് ഇന്നലത്തെയാണ്. അപ്പോൾ അത് പിന്നെ അതിൽ ഈ ഗപ്പിനെ പിടിച്ചിട്ട് ഞാൻ ആ മറ്റേ ഗ്ലാസ്സിൽ പിന്നെന്താ ആ ഒരു ചെടി ഇട്ട് വെക്കും കേട്ടോ. ഇത് നല്ല കുഞ്ഞതാണ് കേട്ടോ ഈ ഒരു ഗപ്പി. അപ്പോൾ എനിക്കൊരു വേറൊരു പാത്രത്തിൽ ഇത് ഇട്ടേക്കണം നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇടണം. ഇനി വേറൊരു കുപ്പിയിലൊക്കെ ആക്കി സെറ്റാക്കണം. ഇതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഈ ഗ്ലാസ്സിലാക്കി വെച്ചതാണ് കേട്ടോ. എങ്ങനെയായാലും അതിലുള്ള ഗപ്പിക്കൊരു കൂട്ടായി ഒരാളും കൂടി. വേറൊരു ഗപ്പി ഉണ്ടായിരുന്നു, അതും ചത്ത്. അപ്പോൾ ഉള്ളത് ഇവർ രണ്ടാളും കൂടിയാണ് സെറ്റായിട്ട്. വേറെ കുറേ ഗപ്പികളും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ. അങ്ങനെ ഉണ്ടാവുകക്കാരല്ലേ, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. അങ്ങനെ ഇന്ന് നോമ്പിന് ചോറിലേക്ക് നമ്മൾ മുരിങ്ങാക്കായും പരിപ്പും കേട്ടോ വെച്ച്. ഈ നോമ്പില്ലാത്ത സമയങ്ങളിലൊക്കെ മുരിങ്ങാക്കായും പരിപ്പും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മീൻകറി പൊതുവേ ഈ ഒരു റമദാനായതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തൂമിക്കണ സമയത്ത് വേപ്പിൻ്റെ ഇല കഴിഞ്ഞിരിക്കണം. അപ്പുറത്ത് പോയി പൊട്ടിക്കേണ്ട മടിക്ക് ഞാൻ പൊട്ടിച്ചിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ തൂമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ സെറ്റായതിന് ശേഷം ഞാൻ തൂമിച്ചെടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ദോശയ്ക്ക് എങ്ങനെയായാലും ചട്നി ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കറിവേപ്പില വേണം. അപ്പം ഞാനത് പോയി പൊട്ടിച്ച് കൊടുന്നതാണ് കേട്ടോ. ഇതില്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നപ്പൊക്കെ മനസ്സിലായി. അപ്പം ഞാനത് പൊട്ടിച്ച് കൊടുന്ന് ഒരു കുപ്പിയിലാക്കിയിട്ട് കഴുകാതെയാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കൽ. കാരണം എനിക്ക് ഡെയിലി ഇത് ആവശ്യം, നല്ല ചിലവുള്ളൊരു സാധനമാണ് വേപ്പിൻ്റെ ഇല. അതുകൊണ്ട് ഞാൻ അപ്പം എടുക്കുമ്പോൾ അങ്ങനെ കഴുകി എടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ പൊട്ടിച്ചതൊക്കെ കൊടുന്നിട്ട് ഞാനൊരു ഡബ്ബയിൽ ഇട്ട് വെച്ചു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കറിയിലും കുറച്ചിട്ട് കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ ചട്ടിനി ഒക്കെ റെഡിയാക്കിയെടുത്തു. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ചട്ടി മാറ്റണം എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ അല്ലേ പറയുക. അങ്ങനെ ആ ഒരു പഴഞ്ചൊല്ല് ഇതിന് ചേരുമെന്ന് അറിയില്ല. പക്ഷേ
നമ്മളെ അടുത്ത് എന്താ ഉള്ളത് അതിൽ നമ്മൾ കുക്ക് ചെയ്യുക. അല്ലാതെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് വേറെയുള്ള പാത്രങ്ങൾ മേടിക്കലൊന്നും നടക്കൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിട്ടിരുന്നു, അപ്പസോഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊന്തി വരാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചൂടാണ്, പൊതുവെ പൊന്തി വരാനൊന്നും പണിയില്ല. അങ്ങനെ നന്നായിട്ട് പൊന്തി വന്നു. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വേഗം പോയി നിസ്കരിക്കാനാണ് പോയത്. അപ്പം തന്നെ ഇളക്കി വെച്ച എന്താണെന്ന് വെച്ചാൽ പൊന്തിയിട്ട് പോവണ്ട വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ പൊന്നൂനൊരു മോഹം, ഒരു പുഡിങ് ഉണ്ടാക്കണം. കുറേ ദിവസമായി പാൽപ്പൊടിയായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പാൽപ്പൊടി കളയാൻ വേണ്ടി കൊടുക്കൂല എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഓള് എളുപ്പം പോയിട്ട് തേങ്ങാപ്പാൽ കൊണ്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്തത്, ഒന്നും ഓളല്ല ചെയ്തത്. അവൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. തേങ്ങാപ്പാലൊക്കെ ഞാൻ പറഞ്ഞു ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. എവിടെ ഓലൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം. അങ്ങനെ ആ പുഡിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. പുളിദോശ ഞാൻ ഉണ്ടാക്കിയത് ദോശച്ചട്ടിയിലാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസുമ്മ സാധാ ഫ്രൈ പാനിൽ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. നോമ്പൊക്കെ ആകുമ്പോൾ ഈ മുരിഞ്ഞിട്ടൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, പിന്നെ ചൂട് കൊടുക്കലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയത്. ഇതാകുമ്പോൾ അത്യാവശ്യം കനം ഉണ്ടാവും, കഴിക്കാനും ആ സമയത്ത് സുഖകരം. അങ്ങനെ ഇതാ നമ്മളെ സമൂസയൊക്കെ ഉണ്ട്, തണ്ണിമത്തൻ്റെ വെള്ളമുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, എല്ലാ സംഭവങ്ങളും അടിപൊളിയായി. ഇന്നത്തെ റമദാൻ അടിപൊളിയായിരുന്നു കേട്ടോ.